നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അനന്തമായ കാലചക്രത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങൾ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് പ്രമാണ ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ അധ്യായം കൊണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹാധീനം ജഗൽ സർവം, അതായത് നമ്മൾ അധിവസിക്കുന്നതായ ഈ ഒരു പ്രപഞ്ചം, ഈ പ്രപഞ്ചം മുഴുവൻ നവഗ്രഹങ്ങളുടെ ഊർജ്ജപ്രവാഹത്തിന് അധീനപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കാലപുരുഷൻ്റെ ശരീരഭാഗങ്ങളായിട്ട് സങ്കല്പിക്കുന്ന 12 രാശികളിലൂടെയും അതിൽ വരുന്നതായ 27 നക്ഷത്രങ്ങളിലൂടെയും ചന്ദ്രനും മറ്റ് പ്രമുഖരായ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മൾ ഓരോ ജീവനിലും ഓരോ പുൽനാമ്പുകളിലും അതിൻ്റെ ആന്തോളനങ്ങൾ പ്രതിഫലിക്കും. അപ്പോഴത് നമ്മുടെ ജീവിതത്തിൽ ശുഭകരവും അശുഭകരവുമായ ഫലങ്ങളായിട്ടായിരിക്കും പ്രതിഫലിക്കുന്നത് എന്ന് മാത്രം. 2026 ഓഗസ്റ്റ് 3 നാളെ തിങ്കളാഴ്ച ഉദയം ചെയ്യുന്ന ദിനത്തിലെ ആകാശ പ്രതിഭാസങ്ങൾ, അതിലൂടെ സംജാതമാകുന്ന ഗ്രഹഫലങ്ങൾ ഒക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ വിസ്തരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ 2026 ഓഗസ്റ്റ് 3 തിങ്കളാഴ്ചയാണ്. സൂര്യോദയ സമയത്ത് ആകാശത്തുദിക്കുന്ന അല്ലെങ്കിൽ ആകാശത്ത് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് പ്രഭാവം ചെലുത്തുന്ന പ്രധാന നക്ഷത്രം ഉത്രട്ടാതിയാണ്. അതായത് ഉത്തരഭാദ്രപദമെന്ന് അറിയപ്പെടുന്ന ഉത്രട്ടാതി നക്ഷത്രം. രാത്രി ഒരു 9:59 വരെ ഉത്രട്ടാതി നക്ഷത്രമായിരിക്കും. അപ്പോൾ അതിന് ശേഷം 27ാമത്തെ നക്ഷത്രമായ രേവതിയാണ് വരുന്നത്. ചന്ദ്രൻ മീനരാശിയിലായത്, മീനൻ രാശിയിലൂടെയാണ് ഈ സമയത്ത് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ നാളെ പൂർണ്ണമായും രാത്രി വരെ നമ്മൾ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ആ ഒരു അധീനതയിലായിരിക്കും ഭൂമിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായത് കർമ്മകാരകനായ സാക്ഷാൽ ഭഗവാൻ ശനിയാണ്. ദേവത അഗാധ ജലത്തിൽ സർപ്പം അഥവാ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായ അഹിർബുദ്ധ്യനാണ്. അപ്പോൾ ഈ രാശ്യാധിപൻ മീനം രാശിയുടെ നാഥനായ ബൃഹസ്പതി സാക്ഷാൽ ദേവഗുരു വ്യാഴമാണ്. അതേപോലെ തിഥി വരുന്നത് രാത്രി 10:54 വരെ പഞ്ചമി തിഥിയായിരിക്കും ആകാശത്ത് നിലനിൽക്കുന്നത്. ഇനി ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നാളത്തെ ആ ഒരു ദിവസവും നമുക്ക് എങ്ങനെയായിരിക്കും ഫലങ്ങളെ നൽകുക എന്ന്. ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ പറ്റി പറയുമ്പോൾ സാധാരണയായിട്ട് ശനിയുടെ കഠിനമായ ധർമ്മബോധവും ഇനി ഗുരു അതായത് വ്യാഴത്തിൻ്റെ ജ്ഞാനവും ഒത്തുചേർന്ന പ്രകൃതക്കാരായിരിക്കും. അതായത് ജ്യോതിഷ പ്രമാണപ്രകാരം ഇവരുടെ സവിശേഷത വിവേകമാണ് എടുത്തു പറയേണ്ടത്. വിവേകപൂർവ്വം സംസാരിക്കാനും വിവേകത്തോടെ ചിന്തിക്കാനും അനാവശ്യ ആർഭാടങ്ങളോ വാചാലതയോ ഒന്നും ഇല്ലാത്തതായ ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗൗരവ പ്രകൃതിയുള്ളവർ, ജ്ഞാനം കൂടിയ ആളുകളുമായിരിക്കും. അതേപോലെ നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. ശനിയുടെ സ്വാധീനമുണ്ട്. അതിനാൽ തന്നെ അധ്വാനശീലർ, കഠിനമായിട്ട് പകലന്തിയോളം കിടന്ന് കഷ്ടപ്പെടുന്ന കൂട്ടരായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ മനസ്സിൽ വളരെയധികം താല്പര്യവും, അതായത് ദയാലുക്കളായിരിക്കും. ദയ മനസ്സിൽ ഒരുപാടുള്ളതിനാൽ തന്നെയാണ് മറ്റുള്ളവരുടെ ഒരു വിഷമത്തെ കണ്ടാൽ സഹായിക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു തോന്നലുണ്ടാകുന്നതും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ്. പ്രതിസന്ധികളിലൊന്നും പെട്ടെന്ന് തളർന്ന് കുത്തിയിരിക്കുന്ന കൂട്ടരു കൂടി അല്ല. പലപ്പോഴും സ്വന്തം കഴിവുകളിൽ അമിതമായ ആത്മവിശ്വാസം പുലർത്തുന്ന കൂട്ടരാണ്. മറ്റുള്ളവരുമായിട്ട് അതിനാൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ വിനയാകും. അതുകൂടി ശ്രദ്ധിക്കുക. ഉള്ളിൽ ദയൊക്കെ ഉണ്ടെങ്കിലും പുറമേ അല്പം കർക്കശ സ്വഭാവമൊക്കെ കാണിക്കും എന്നും കരുതി മനസ്സ് ശുദ്ധമാണ്. ഇവരുടെ ആ ഒരു ദേഷ്യം കണ്ട് ആരും ഇവരെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ വിലയിരുത്താൻ നിൽക്കാതിരിക്കുക എന്നതാണ് നമുക്കിവിടെ പറയാനുള്ളത്. കഠിനാധ്വാനമുണ്ട്. സ്വപ്രയത്നത്തിലൂടെ വിജയങ്ങൾ കൊയ്തെടുക്കാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഒരു 30, 40, 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമാണ്. കാരണം ആ ഒരു സമയം കൊണ്ടൊരു ബേസ് അല്ലെങ്കിൽ ഒരു അടിത്തറ ഇവരുണ്ടാക്കിയെടുക്കുക. അതിൽ നിന്നായിരിക്കും പിന്നീടുള്ള കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഒരു എല്ലാം കൊണ്ടും ഒരു പ്രശസ്തി, നേട്ടം, അംഗീകാരം, ജീവിത മികവ്, അതോടൊപ്പം തന്നെ ചില ആത്മീയ താല്പര്യങ്ങൾക്കും കാരണമാകും. മനസ്സിൽ ക്ഷേത്ര ദർശനങ്ങൾ, പൂജകൾ, വഴിപാടുകൾ എന്നൊരു തോന്നൽ വരും. ആ തോന്നൽ വരുമ്പോൾ അതിനെ അടിച്ചമർത്താൻ നിൽക്കേണ്ട. ഏത് ക്ഷേത്രത്തിൽ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹം വന്ന് അവിടെ പോവുക, വഴിപാടുകൾ കഴിപ്പിക്കുക. കാരണം എന്തെന്നാൽ ഇവിടെ തൻ്റെ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രദേവൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെയാണ് മനസ്സിൽ ചില പ്രത്യേകമായൊരു ആത്മീയ ഉണർവൊക്കെ ഉണ്ടാകുന്നത്. ഇനി കർക്കിടകം രാശിയിലായിരിക്കും സൂര്യൻ സഞ്ചരിക്കുന്നത്. അറിയാമല്ലോ, പിതൃകാരകനാണ് സൂര്യൻ. അപ്പോൾ ചന്ദ്രൻ്റെ രാശിയിൽ നിൽക്കുന്നത് വൈകാരികമായ ചില തീരുമാനങ്ങളിലേക്കൊക്കെ വഴി നയിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതേപോലെ കുംഭം രാശിയിൽ ശനി ഭഗവാൻ കുംഭം
മീനം രാശിയുടെ അതിർത്തികളിൽ വക്രഗതിയിൽ അതേപോലെ മന്ദഗതിയിലോ ചലിക്കുന്നത് തന്നെ ചില രാശിക്കാർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതായ, അഥവാ മുൻപേ ഉള്ള സമയങ്ങളിൽ ചെയ്ത കാര്യങ്ങൾക്കാണെങ്കിലും പിന്നീടുള്ള സമയങ്ങൾ അതിൻ്റെ ഫലമൊക്കെ വന്നു ചേരുന്നതായ ഒരു നേട്ടവും കാണുന്നുണ്ട്. ഇനി നിഴൽ ഗ്രഹങ്ങൾ രാഹു, കേതു തുടങ്ങിയവർ മീനം, കന്നി അച്ചുതണ്ടിൽ നിൽക്കുന്നതിനാൽ ആത്മീയവും അതേപോലെ ഭൗതികവുമായ ചിന്തകൾ തമ്മിലൊരു സംഘർഷമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ, കാരണം നിഴൽ ഗ്രഹങ്ങളാണ്, അവർ മായ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചിലത് വേണമെന്ന് അല്ലെങ്കിൽ വേണ്ട എന്ന് രണ്ട് രീതിയിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത, ഒരു മാനസികമായിട്ടൊരു സംഘർഷം, അല്ലെങ്കിൽ അവിടെ പോകാം അല്ലെങ്കിൽ വേണ്ട എന്നൊരു തോന്നലൊക്കെ വരാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ച് 12 രാശികളിൽ ഏതെല്ലാം രാശിക്കാർക്കാണ് നാളത്തെ ദിവസം അതീവ ആനുകൂല്യവും ഭാഗ്യവും വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ പുണർദം, പൂയം, ആയില്യം കർക്കിടകൻ രാശിക്കാർക്ക് പൂർണ്ണ ആനുകൂല്യമുള്ള അതീവ ശുഭകരമായ ദിവസമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ രാശിയാധിപനായ ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ പുരോഗതി നിങ്ങൾക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. അപ്പോൾ നാളത്തെ ദിവസം തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പേടിക്കേണ്ട. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഹാനികരമായോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായോ ബുദ്ധിമുട്ടിക്കുന്നതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. തടസ്സപ്പെട്ട് കിടന്ന ധനമൊക്കെ കൈവന്ന് ചേരാനൊക്കെ ഭാഗ്യം കാണുന്നുണ്ട്. മാനസികമായിട്ട് സമാധാനം തോന്നും. കുടുംബത്തിലും സന്തോഷം നിലനിൽക്കുന്നതായ ഒരു ദിവസമാണ്. ഇനി വിശാഖ, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് പഞ്ചമസ്ഥാനത്തെ ചന്ദ്രൻ്റെയും അതേപോലെ വ്യാഴത്തിൻ്റെയും ശുഭദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇത് നിമിത്തം നിമിത്തമുള്ള സന്തോഷങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയവും പുതിയ തൊഴിലവസരങ്ങളൊക്കെ തേടി വരാനും മുൻകാലങ്ങളിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഇനി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശി. ചന്ദ്രൻ സ്വന്തം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിനാൽ തന്നെ ആത്മവിശ്വാസ വർധനവ് നാളെ നിങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടാകും. നാളത്തെ ദിവസം പൂർണ്ണമായിട്ട് വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ അതിൽ വിജയം വരാനും സമൂഹത്തിൽ പദവി അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും ദീർഘകാലമായുള്ള ഒരു ആഗ്രഹം നാളത്തെ ദിവസം സഫലീകൃതമാക്കാനുള്ള യോഗവും ഇവിടെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന രാശിക്കാർ നോക്കിയാൽ അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിക്കാർക്ക് വ്യയസ്ഥാനത്ത് ചന്ദ്രൻ വരുന്നതിനാൽ അനാവശ്യ ചിലവുകൾ വരാൻ സാധ്യത നാളെ കാണുന്നുണ്ട്. എങ്കിലും ആത്മീയ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് വഴി മനസ്സിന് ശാന്തി ലഭിക്കും. അല്ലാതെയുള്ള ചില കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാനൊക്കെ തോന്നും. അതുവഴി അല്പം പണമൊക്കെ, അതായത് നമ്മൾ ചില കടകളിൽ 100 രൂപയ്ക്കൊരു സാധനം വാങ്ങിക്കുന്നതെന്ന് വെച്ചോ, അതിനടുത്തുള്ള കടയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടുന്ന് നമ്മളങ്ങ് വാങ്ങിക്കുന്നു. പക്ഷേ പിന്നീടാണ് അറിയുന്നത് മറ്റേ കടയിൽ ചെന്ന് വാങ്ങിച്ചെങ്കിൽ 10 രൂപ കുറവുണ്ടാകുമെന്ന്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് മറ്റൊരു കട തേടി പോകാൻ തോന്നുന്നില്ല? കാരണം അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ എങ്കിലും അധികമായി വ്യയം ചെയ്യപ്പെട്ടു പോകേണ്ടതാണ്. അതാണ് പറഞ്ഞത്, അധിക ചിലവ് വരാനുള്ള സാധ്യത. മറ്റൊരു സ്ഥലത്ത് നിന്ന് വിലയാച്ചിൽ എനിക്ക് കിട്ടുന്ന ഒരു സാധനത്തെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ അധിക വില കൊടുത്ത് വാങ്ങിച്ചു എന്നതൊക്കെയാണ് ഈ ദുർവ്യയം അല്ലെങ്കിൽ അധിക ചിലവ് കൊണ്ട് നമുക്ക് സൂചനയാകുന്നത്. പക്ഷേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലും പണം ചിലവഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെ ചെയ്തോളൂ. മനസ്സിനത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരുപാട് ചിലവ് നാളെ വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഇനി കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശിക്കാർക്ക് ഏകാദശ സ്ഥാനത്തെ ചന്ദ്രൻ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തരുമെങ്കിലും ചില തർക്കങ്ങൾ തൊഴിൽപരമായി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തർക്കങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാളെ. മകം, പൂര, ഉത്രം ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്നത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ് നാളെ. യാത്രകളിലൊക്കെ സൂക്ഷ്മത പുലർത്തുക. യാത്രകളിൽ എന്ന് പറയുമ്പോൾ വേഗത കുറയ്ക്കുക എന്നുണ്ട്. അതുകൂടാതെ യാത്രയ്ക്ക് പോകുമ്പോൾ യാത്രാവേളകളിൽ കൃത്യമായി മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ കരുതാനൊക്കെ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ശത്രുക്കൾ നിമിത്തം അല്പം ശല്യം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും നാളെ. കടബാധ്യതകൾ തീർക്കാനൊക്കെ വഴി തെളിയും. എങ്കിലും പങ്കാളിയുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനോ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാരുടെ കാര്യം പറയുമ്പോൾ നാളെ സുഖസ്ഥാനത്തെ ചന്ദ്രൻ പുതിയ വാഹനമോ വീടോ വാങ്ങാനുള്ള ചിന്തകൾ നൽകുന്നതായൊരു ദിവസമായിരിക്കും. അമ്മയുടെ ആരോഗ്യത്തിൽ നാളത്തെ ദിവസം നല്ല രീതിയിലൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അമ്മ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടത് മക്കളെന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇനി നാളെ പൂർണ്ണമായിട്ട് അല്പം ജാഗ്രത പുലർത്തേണ്ട രാശിക്കാർ മിഥുനം,
കന്നി, മകരം, കുംഭം എന്നീ 4 രാശികളാണ്. അതായത് നാളത്തെ ദിവസം ചന്ദ്രൻ അനുകൂല സ്ഥാനങ്ങളിലല്ലാത്തതിനാലും ശനിയുടെ ഒരു ദൃഷ്ടിപ്രഭാവം ഉള്ളതിനാലും കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനും അല്പം മാനസിക ഉത്കണ്ഠകൾ, അലച്ചിലുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോഴും വലിയ സാമ്പത്തികമായ ഇടപാടുകൾ ധനപരമായിട്ടൊക്കെ നടത്തുമ്പോഴും നാളെ നിങ്ങളൊന്ന് ജാഗ്രത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഗ്രഹങ്ങളുടെ ദൂഷ്യമായ ഒരു വലയമാണ് നമുക്ക് മേൽ ഈ പറഞ്ഞ ചില നക്ഷത്രക്കാർക്ക് വരുന്നത്. അപ്പോൾ ദൂഷ്യവലയത്തിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാ രാശിക്കാർക്കും പൊതുവായിട്ട് ചില കാര്യങ്ങളിൽ പ്രത്യേകമായൊരു ശ്രദ്ധ അനിവാര്യമായിട്ടുണ്ട്. അതായത് ശനിയുടെയും ചന്ദ്രൻ്റെയും സംഗമം മൂലം വാക്കുകളിൽ കടുപ്പം കൂടാനുള്ള ഒരു സാധ്യത നാളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അതിനാൽ തന്നെ അത് കുടുംബ ബന്ധങ്ങളെയോ സുഹൃത്ത് ബന്ധങ്ങളെയോ ബാധിക്കാതെ പ്രത്യേകം നോക്കണം. കാർക്കശ്യത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ സ്വയമേവ കൺട്രോൾ ചെയ്യുക. ദേഷ്യം വീണ്ടും കൺട്രോളിൽ തെറ്റി വരികയാണെങ്കിൽ ഓം നമഃശിവായ മനസ്സിൽ പതിയെ ജപിച്ചാൽ മതി. നമ്മുടെ ദേഷ്യം പതിയെ അങ്ങ് ശാന്തമായിക്കോളും. രാത്രികളിലുള്ള യാത്ര പരമാവധി നാളത്തെ ദിവസം ഒഴിവാക്കുക. മറ്റൊരാൾക്ക് വേണ്ടി സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളോ ജാമ്യമോ നിൽക്കാൻ ഒട്ടും നാളത്തെ ദിവസം അനുയോജ്യമല്ല എന്നത് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ ഗ്രഹദോഷങ്ങളെ അകറ്റാനും മാനസിക ഊർജ്ജം വർദ്ധിപ്പിക്കാനും ലളിതമായ ചില അനുഷ്ഠാനങ്ങൾ കൂടി പറഞ്ഞു തരാം. തിങ്കളാഴ്ചയാണ്, ഉത്രട്ടാതിയാണ്, ശനി അധിപനായ നക്ഷത്രമാണ് ഉത്രട്ടാതി. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി ഒത്തുചേരുന്നതിനാൽ നാളെ രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പിൻവിളക്ക് വഴിപാടോ അല്ലെങ്കിൽ ധാരയോ കഴിക്കുന്നത് മനസ്സിൻ്റേതായ വ്യാധികൾ അല്ലെങ്കിൽ മനസ്സിൻ്റേതായ ഉത്കണ്ഠ, അസ്വസ്ഥതകൾ മാറുന്നതിന് ഒരുപാട് സഹായിക്കും. പിന്നെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നാളെ രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് തെളിയിച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്നൊരു 108 ജപിക്കുക. ഇത് രാഹുവിൻ്റെയും ശനിയുടെയും ദൂഷ്യഫലങ്ങൾ നിങ്ങളുടെ മേൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനും വന്നു ചേരാതിരിക്കുന്നതിനൊരു കവചമായി നിൽക്കുന്നതിനും സഹായിക്കും. ഇനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി ആയതിനാൽ ശനിദോഷ നിവാരണത്തിന് അയ്യപ്പസ്വാമിക്ക് അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത് അതീവ ശ്രേഷ്ഠകരമാണല്ലോ. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ നാളത്തെ ദിവസം അശരണരായ ആളുകൾക്ക് ഭക്ഷണമോ വസ്ത്രമോ പ്രത്യേകിച്ച് കറുത്ത എള്ള് ചേർത്ത ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലളിതമായ ഭക്ഷണമോ ഒക്കെ ശനി ഭഗവാന്റെ പ്രീതിക്ക് നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം. അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് സ്വന്തം കൈ കൊണ്ടൊരു പൊതി കെട്ടിയൊക്കെ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ആഹാരം വാങ്ങിച്ച് ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കൊടുക്കാം. ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ധാന്യം ഉണ്ടല്ലോ, അതൊക്കെ കിളികൾക്ക്, വീട്ടിൽ വരുന്ന കിളികൾക്ക് കൊടുക്കാവുന്നതാണ്. എങ്ങനെയായാലും ഒരു വയറിന്, അത് മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളാകട്ടെ, ഏതായാലും നമ്മൾ അന്നം ദാനം ചെയ്യുക എന്നതാണ്. അപ്പോൾ ജ്യോതിഷം എന്നത് വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതിനെ വിവേകത്തോടെയും അതിലുപരി ഈശ്വര ചിന്തയോടെയും നേരിടാനുള്ള ഒരു വഴികാട്ടിയാണ്. ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്തവർ പരിഹാരങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഭക്തിയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് കഠിനമായ ദോഷത്തെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ശുഭകരമായൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.